ഇൽഹ ഡ ക്വെയ്മാഡ ഗ്രാൻഡെ അഥവാ സ്നേക്ക് ഐലൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ബ്രസീലിലുള്ള ഈ ദ്വീപ് പാമ്പുകളുടെ കാര്യത്തിൽ വളരെ പ്രശസ്തമാണ്. 1 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഒരു പാമ്പെങ്കിലും ഈ ദ്വീപിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനാൽ ജനങ്ങൾക്കിവിടേക്ക് സർക്കാർ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല. ജനങ്ങളുടെയും പാമ്പുകളുടെയും ജീവൻ രക്ഷിക്കാനാണ് ഇത്. ബ്രസീലിലെ സാവോപോളോ എന്ന നഗരത്തിൽ നിന്ന് 33 കിലോമീറ്റർ മാത്രം അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്നേക്ക് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പുകളുടെ സ്വർഗമായി ഇവിടെ എത്തുന്ന മനുഷ്യർ പഠനാവശ്യത്തിന് വരുന്ന ഗവേഷകർ മാത്രമാണ്. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപ് സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ പൂർണ്ണമായും ബ്രസീലിൽ നിന്ന് വേർപെട്ടാണ് ഈ ദ്വീപ് ഇന്നത്തേതുപോലെയായത്. കരയിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ഈ ദ്വീപിൽ പാമ്പുകൾക്ക് പ്രധാന ഭക്ഷണം സാധാരണ സ്ഥലങ്ങളിലേതുപോലെ എലികളോ മറ്റു ജീവികളോ ഒന്നുമല്ല, പകരം പക്ഷികളാണ്. ദേശാടന പക്ഷികളുടെ പ്രധാന താവളം കൂടിയാണ് സ്നേക്ക് ഐലൻഡ്. ഇവിടെ പാമ്പുകൾ മിന്നൽ വേഗത്തിൽ കടിക്കുകയോ പക്ഷികളെ വിഴുങ്ങുകയോ ചെയ്യും. വൻകരകളിലെ പ്രധാന സ്പീഷീസുകളെക്കാൾ വീര്യം കൂടിയ വെനമാണ് ദ്വീപിലെ പാമ്പുകൾക്കുള്ളത്. സാധാരണ അണലിയേക്കാൾ 5 ഇരട്ടി വീര്യമുള്ള വെനമാണ് ഇവയ്ക്ക്. ഈ വിഷമുള്ളിൽ ചെന്നാൽ മനുഷ്യന്റെ അവയവങ്ങളെ ഉരുക്കിക്കളയാനുള്ള അത്രയും വീര്യമുണ്ട്. ഏത് ജീവിയെയും പെട്ടെന്ന് കൊല്ലുന്നതിനുള്ള വിഷമാണ് ഇവയ്ക്കുള്ളത്. ഈ വർഗത്തിൽപ്പെട്ട 2000 മുതൽ 4000 പാമ്പുകൾ വരെ ഈ ദ്വീപിലുണ്ട്. ഗവേഷണം നടത്തുന്നവർക്ക് ഇവയുടെ വിഷത്തെക്കുറിച്ച് അറിയാനും മറ്റുള്ളവർക്ക് ലോകത്തിൽ ഏറ്റവും വിഷമേറിയ പാമ്പെന്ന നിലയിൽ വളർത്താനും ഇവ വേണം. കൂടാതെ ഹൃദയ പ്രശ്നങ്ങൾക്കും ക്യാൻസർ രോഗ പ്രതിരോധത്തിനും മരുന്നുകൾക്കായി ഇവയുടെ വിഷം ശേഖരിക്കാറുണ്ട്. പക്ഷികൾക്ക് പുറമെ ഈ ദ്വീപിലെ പാമ്പുകൾ ഉരകവർഗ്ഗങ്ങളെയും ചെറുപാമ്പുകൾ, ഞണ്ട് പോലെയുള്ള ജീവികളെയും ആഹാരമാക്കുന്നുണ്ട്. ഈ ദ്വീപ് പാമ്പുകൾക്കായി വിട്ടുകൊടുക്കാതെ അവിടെ ഒഴിപ്പിച്ച മനുഷ്യർക്ക് നൽകുന്നതിനെ കുറിച്ചും ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്നാൽ ഗോൾഡൻ ലാൻഡ് ഹെഡ് വൈപ്പറിനെ പോലെയുള്ള പാമ്പുകൾ ഉള്ളതിനാൽ ഇത് അസാധ്യമാണ്. പ്രവേശനമില്ലെങ്കിലും ഈ ദ്വീപിൽ മനുഷ്യർ എത്തിപ്പെടുന്നുണ്ട്. പാമ്പുകളെ കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങളാണത്. ഓരോ പാമ്പിനും വലിയ വില വാഗ്ദാനം ചെയ്ത് ആളുകൾ എത്തുമ്പോൾ ദ്വീപിൽ നിന്ന് കള്ളക്കടത്ത് സംഘങ്ങൾ പാമ്പിനെ കടത്തും. ഇത് ഇവിടുത്തെ പ്രധാന ഒരു ഭീഷണിയാണ്.